നമസ്കാരം. തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ചിത്രങ്ങളാണ്. ഒന്ന് കൃഷ്ണൻ്റെയും 2 രാധയുടെയും. നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് ഇതിലേതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. കൃഷ്ണൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തെങ്കിൽ ലഭിക്കുന്ന ഫലം എന്താണെന്നും, രാധയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ലഭിക്കുന്ന ഫലം എന്താണെന്നും നമുക്കൊന്ന് നോക്കാം. അതിനു മുൻപായി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൃഷ്ണൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ കൃഷ്ണായ നമ എന്ന് കമൻറ്റ് ചെയ്യാനും, രാധയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ രാധേ രാധേയമെന്ന് കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. രാധാദേവിയുടെ ചിത്രം തൊടുമ്പോൾ നിർമ്മലമായ സ്നേഹവും ഭക്തിയും ഹൃദയത്തിൽ വളരുന്നതായി കാണുന്നു. മാനസികമായി സമാധാനം ലഭിക്കുന്നു. ചിന്തകളും ഉത്കണ്ഠകളും കുറയുകയും മനസ്സിന് ശാന്തി ലഭിക്കുകയും ചെയ്യുന്നു. സ്നേഹബന്ധങ്ങളൊക്കെ ശക്തമാകുന്നതായി കാണുന്നുണ്ട്. ദാമ്പത്യവും കുടുംബ ബന്ധങ്ങളും സ്നേഹപൂർവ്വം വളരാൻ സഹായിക്കുന്നു. കരുണയും സഹനവുമൊക്കെ വർദ്ധിക്കുന്നതായും കാണുന്നു. മറ്റുള്ളവരോട് ക്ഷമയും സഹാനുഭൂതിയും കൂടുന്നതായും കാണുന്നു. സ്ത്രീകളുടെ ശക്തി ഉണർന്നു പ്രവർത്തിക്കുന്നതായും കാണുന്നു. ആത്മവിശ്വാസവും ആത്മബലവും വർദ്ധിക്കുന്നു. അഹങ്കാരം കുറയുന്നു. വിനയം ജീവിതത്തിൽ സ്വാഭാവികമായി വളരുന്നതായും കാണുന്നു. നിഷേധാത്മക ചിന്തകൾ അകറ്റപ്പെടുന്നതായും നെഗറ്റീവ് ഊർജങ്ങൾ മാറി പോസിറ്റീവ് ചിന്തകൾ ശക്തമാകുന്നതായും കാണുന്നുണ്ട്. ഭക്തിയിൽ സ്ഥിരത ലഭിക്കുന്നു. ജപം, പ്രാർത്ഥന എന്നിവയിൽ ശ്രദ്ധയും ഏകാഗ്രതയുമൊക്കെ വർദ്ധിക്കുന്നതായും കാണുന്നു. ഹൃദയത്തിൽ ദുഃഖങ്ങളൊക്കെ ശമിക്കുന്നതായി കാണുന്നു. ഉള്ളിലെ വേദനകളും വിഷാദവും ക്രമേണ അകറ്റപ്പെടുന്നതായും കാണുന്നുണ്ട്. കാമക്രോധ നിയന്ത്രണങ്ങളൊക്കെ ലഭിക്കുന്നു. മനസ്സിന് ശുദ്ധിയും നിയന്ത്രണവുമൊക്കെ ലഭിക്കുന്നതായും രാധാദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്തതിൻ്റെ ഫലമായി നമുക്ക് കാണുന്നുണ്ട്. സൗമ്യതയും ലാളിത്യവുമൊക്കെ വർദ്ധിക്കുന്നതായും കാണുന്നു. സംസാരത്തിലും പെരുമാറ്റത്തിലും മൃദുത്വം വളരുന്നതായും കാണുന്നു. ദൈവസ്നേഹത്തിൻ്റെതായിട്ടുള്ള അനുഭവങ്ങൾ, കൃഷ്ണനോടുള്ള ആത്മബന്ധം കൂടുതലായി അനുഭവപ്പെടുന്നതായും കാണുന്നു. ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ വർദ്ധിക്കുന്നതായും ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവാനുഗ്രഹം അനുഭവപ്പെടുന്നതായും നമ്മൾക്ക് കാണുന്നു. കല, സൗന്ദര്യബോധം എന്നിവ വർദ്ധിക്കുന്നു. സംഗീതത്തിലാകട്ടെ കലയിലാകട്ടെ എല്ലാം കൂടുതൽ അടുപ്പം ഉണ്ടാകുന്നതായും കാണുന്നു. ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് ലഭിക്കുന്നതായും കാണുന്നു. ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം തിരിച്ചറിയാൻ സഹായിക്കുന്നു. മനസ്സിലുള്ള അസൂയ, കുശുമ്പ് എന്നിങ്ങനെയുള്ള പോലുള്ള കാര്യങ്ങൾ മാറുന്നു. ശുദ്ധമായിട്ടുള്ള ചിന്തകളും സ്നേഹവുമൊക്കെ വളരുന്നു. ആന്തരിക സന്തോഷം ലഭിക്കുന്നുണ്ട്. പുറം ലോകത്തെ സാഹചര്യങ്ങൾ ബാധിക്കാത്ത ഒരു സന്തോഷം നമ്മളിൽ ഉണ്ടാകുന്നു. സൗഖ്യമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് വർദ്ധിക്കാനിടയാകുന്നുണ്ട്. ശരീരത്തിനും മനസ്സിനും ലഘുവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു. മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സ് ഉണ്ടാകുന്നുണ്ട്. മോക്ഷമാർഗ ബോധവും ഭക്തിയിലൂടെ ആത്മീയമായിട്ടുള്ള പുരോഗതിയിലേക്ക് വഴിതിരിക്കുന്നതായും കാണുന്നുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നു. ജീവിത പ്രശ്നങ്ങളെ നേരിടുന്നതിനുള്ള ശക്തി ലഭിക്കുന്നു. കർമ്മയോഗവും ധർമ്മബോധവും മനസ്സിലാകുന്നു. അനാവശ്യമായ ഭയങ്ങളും ആശങ്കകളുമൊക്കെ കുറയുന്നതായിട്ട് കാണുന്നു. ജീവിതത്തിൽ
ജോലി, ആത്മീയം, കുടുംബം എന്നിവയിലൊക്കെ തുലനം നടക്കുന്നു. ബുദ്ധിശക്തി വർദ്ധിക്കുന്നു. തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവൊക്കെ മെച്ചപ്പെടുന്നുണ്ട്. സ്മരണ ശക്തി വർദ്ധിക്കുന്നു. പഠനത്തിലായാലും ധ്യാനത്തിലായാലും ഗുണങ്ങളൊക്കെ ലഭിക്കുന്നു. ദുഃഖ നിവാരണം നടത്തുന്നു. ഉള്ളിലെ വിഷമങ്ങളൊക്കെ കുറയുന്നതായിട്ട് കാണുന്നു. കൃത്യമായ ഒരു വഴി തെളിയുന്നു. ആശയക്കുഴപ്പങ്ങളിൽ നിന്നും മോചനം. ധർമ്മചിന്തകളൊക്കെ വളരുന്നതായിട്ട് കാണുന്നു. നീതിയും നന്മയും ജീവിതത്തിൻ്റെ ഭാഗങ്ങളാകുന്നതായും കാണുന്നു. ആനന്ദമായിട്ടുള്ള ഒരു ഭാവം നമ്മളിൽ എപ്പോഴും നിലനിൽക്കുന്നതായും കൃഷ്ണലീലകളുടെ സ്മരണയിൽ മനസ്സിൽ ആനന്ദം എപ്പോഴും നിറയുന്നതായിട്ടും കാണുന്നുണ്ട്. സൗഹൃദ ബന്ധങ്ങളൊക്കെ ശക്തമാകുന്നുണ്ട്. സ്നേഹവും സൗഹൃദവുമൊക്കെ വർദ്ധിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ആത്മനിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം എന്നിവയൊക്കെ ലഭിക്കുന്നു. നേതൃത്വ ഗുണം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കുടുംബത്തിലും സമൂഹത്തിലും മാന്യതയൊക്കെ ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. വിശ്വാസമൊക്കെ ശക്തമാകുന്നു. ദൈവത്തിൽ പൂർണ്ണമായ ആശ്രയം വളരുന്നതായിട്ടും കാണുന്നുണ്ട്. ജീവിതത്തിൽ ഭാരം ലഘൂകരിക്കപ്പെടുന്നു. പ്രശ്നങ്ങളെ ലീലാഭാവത്തോടുകൂടി കാണാൻ കഴിയുന്നുണ്ട്. ആരോഗ്യബോധമൊക്കെ വർദ്ധിക്കുന്നു. മാനസികമായും ശാരീരികമായിട്ടുമുള്ള ആരോഗ്യം മെച്ചപ്പെടുന്നതായും കാണുന്നുണ്ട്. പാപഭീതിയിൽ നിന്ന് മോചനവും പ്രായശ്ചിത്ത ബോധവും ആത്മശുദ്ധിയും സമൃദ്ധിയിലേക്ക് വഴി തുറക്കുന്നതായിട്ടും കാണുന്നു. കർമ്മഫലം അനുകൂലമാകുന്നുണ്ട്. സംഗീതം, ഭക്തി, ഭജന, കീർത്തനം എന്നിവയോട് അടുപ്പമുണ്ടാകുന്നതായും കാണുന്നു. ജീവിതത്തിൽ ലക്ഷ്യബോധമൊക്കെ വർദ്ധിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ജന്മത്തിൻ്റെ അർത്ഥം തിരിച്ചറിയുവാൻ സഹായിക്കുന്നതായും കാണുന്നുണ്ട്. രാധാകൃഷ്ണ ചിത്രങ്ങൾ തൊടുകുറി ശാസ്ത്രപരമായി തൊടുന്നത് ശാരീരികമായിട്ടുള്ള ഒരനുഭവമല്ല, മറിച്ച് ആത്മീയമായിട്ടുള്ള ഒരു അനുഭവമാണ്. രാധാദേവിയുടെ ചിത്രം നിർമ്മല നിർലോഭ സ്നേഹത്തിൻ്റെയും ശുദ്ധ ഭക്തിയുടെയും പ്രതീകമാകുമ്പോൾ മനസ്സിനെ മൃദുവാക്കുന്നു. അതേസമയം ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തൊടുന്നവർക്ക് ധൈര്യവും ധർമ്മവും ജീവിതജ്ഞാനവും നമ്മിൽ ഉണർത്തുവാൻ സഹായിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഈ ചിത്രങ്ങളെ ഭക്തിയോടെ സ്പർശിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലെ നെഗറ്റീവ് ഊർജങ്ങൾ ഇല്ലാതാക്കുകയും പോസിറ്റീവായിട്ടുള്ള ഊർജവും അനുഭവങ്ങളും നമ്മളിലേക്ക് നിറയുകയും ചെയ്യുന്നു.